സിനിമയിൽ ഒരു 2 മണിക്കൂറുള്ള ഒരു സിനിമയിൽ ജസ്റ്റ് ഒരു 10 മിനിറ്റ് ആയിരിക്കും ഇത് യൂസ് ചെയ്യുന്നു. ഇതിന്റെ ഒരു എൻജോയ്മെന്റ് കാണിക്കുന്നുണ്ട്. അതിന്റെ എൻഡിങ്ങിൽ ഇതിന്റെ ഭവിഷ്യത്താണ് കാണിക്കുന്നത്. ഇതെന്ന് വെച്ചാൽ ഇത് സിന്തറ്റിക് ഡ്രഗാണ്. MDMA അറിയില്ല. അവനവൻ നന്നാ വേറെ ഒരാളെ കൊണ്ട് ഒരാളെ മോശമാക്കാൻ പറ്റും. നമ്മളെ മനസ്സിന്റെ ഇതാണ്. നല്ല ലഹരിയിലേക്ക് പോട്ടെ, നല്ല ലഹരിയിലേക്ക് പോകട്ടെ. ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിനെ കണ്ടു. അപ്പൊ ഇവരോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് ഇവിടെ എത്തിയത്. അപ്പോ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒത്തുകൂടാറുണ്ടോ വൈകുന്നേരങ്ങളിൽ? 10-20 ആൾക്കാരുണ്ടോ? 10-20 ആൾക്കാരുണ്ട്. ഇന്ന് ആള് കുറഞ്ഞിട്ടാണ്. ഇന്ന് ആള് കുറഞ്ഞു. അതെന്താണ് ആള് കുറഞ്ഞത്? പെരുന്നാളായതിന്റെ പേരിൽ. അപ്പൊ ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും നമ്മളുടെ ഒരു സമൂഹം നശിക്കണമെന്ന് ഉണ്ടെങ്കിൽ യുവതലമുറയെ നശിപ്പിച്ചാൽ മതി അല്ലെ? അത് അവര് ത്രൂ വീട് സമൂഹവും എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് സ്റ്റെപ്പ് എടുത്താലായിരിക്കും ഈ ഒരു വിപത്തിൽ നിന്നും നമ്മുടെ നാടിനെ നമുക്ക് രക്ഷിക്കാൻ പറ്റുക? അവനവൻ നന്നാ വേറെ ഒരാളെ കൊണ്ട് ഒരാളെ മോശമാക്കാൻ പറ്റൂല. നമ്മളെ മനസ്സിന്റെ ഇതാണ്. കുട്ടികളെ മാതാപിതാക്കന്മാർ കൂടുതൽ ശ്രദ്ധിക്കണം. ആ കുട്ടി എത്ര മണിക്ക് പോകുന്നു, എത്ര മണിക്ക് വരുന്നു, പോക്കറ്റ് മണിക്ക് നിങ്ങളെ കൊടുക്കുന്ന എന്തിന്? ഈ കുട്ടീൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നത് മാതാപിതാക്കൾക്ക് മാത്രമേ അറിയാൻ പറ്റൂ. സ്കൂളിലെ ടീച്ചേഴ്സിന് മെയിൻ പാർട്ടാണ് അവരെ ഇതിനായിട്ടൊരു ക്ലാസ് എടുത്തിട്ട് കുട്ടികളെ ഇതിൽ കൊണ്ടുവരണം. കുട്ടികൾ റൂമിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടി വരും. ഈ കുട്ടി എന്ത് ചെയ്യുന്നു, എങ്ങനെയാണ് റൂം അടച്ച് അകത്തിരിക്കുകയെന്ന് ഒന്നും അറിയാൻ പറ്റുന്നില്ല. ഗവൺമെന്റാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത്. ഗവൺമെന്റ് ലേറ്റായി. എത്ര കൊല്ലം കൊണ്ട് നടക്കുന്നുണ്ട്. ഗവൺമെന്റ് കണ്ണടച്ചില്ലേ? അത്രയും കുട്ടികളും നശിച്ചില്ലേ? ആ കുടുംബം നശിച്ചില്ലേ? നിയന്ത്രിച്ചാൽ എല്ലാം ക്ലിയർ ആവും. ക്ലിയർ ആകാത്ത ഒന്നുമില്ല. നമ്മളിതാ കുറച്ച് യൂത്ത് ആൾക്കാരെല്ലാം കണ്ടു. നിങ്ങൾക്ക് എന്താണ് പറയുള്ളത്? എന്ത് സ്റ്റെപ്പ് എടുത്താലായിരിക്കാം നമ്മളുടെ നാടിനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുക? അതിനെ മാറ്റണമെങ്കിൽ നമ്മൾ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അതിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളത്. ലഹരി എന്ന് പറയുന്നതിൽ എന്തെല്ലാം പെടും? ഈ സിഗരറ്റും ഇതൊക്കെ പെടും. എല്ലാം ഒരു ലഹരിയാണ്. അപ്പൊ അതൊന്നും നിർത്തണ്ടേ? വേണം. പിന്നെ അതിന് എങ്ങനെയാ എന്താ ചെയ്യാ? അതിപ്പോ ഗവൺമെന്റ് അല്ലേ? ഗവൺമെന്റ് അതിനകത്തല്ലേ പൈസ ഉണ്ടാക്കുന്നത്? അതെ. അപ്പൊ അതിനുള്ള നടപടി നിങ്ങൾ എന്തെടുക്കും? ഞാൻ അതാണല്ലോ നിങ്ങളോട് ചോദിക്കാന്ന് ചോദിച്ചത്. നിങ്ങളുടെ അഭിപ്രായം എന്താന്നുള്ളത്. ലഹരി എന്ന് പറയുമ്പോൾ എല്ലാം നിർത്തണം. അതെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ലഹരി എന്ന് പറഞ്ഞാൽ എല്ലാം നിർത്തുന്നത് വെച്ചാൽ ഇപ്പൊ അത് നടക്കൂല. സിഗരറ്റും മദ്യവും അതൊന്നും നമ്മൾ ജനറേഷൻ തകർക്കൂല. ഇതെന്ന് വെച്ചാൽ ഇപ്പൊ സിന്തറ്റിക് ഡ്രഗാണ്. അത് MDMA അതിന്റെ ഫുൾ ഫോം അറിയില്ല. അതെന്ന് വെച്ചാൽ ഇപ്പോ ഒരു പ്രാവശ്യം യൂസ് ചെയ്താൽ അഡിക്റ്റ് ആകുന്ന പറഞ്ഞാൽ അങ്ങനത്തെ ഉപദേശിച്ചൊരു കാര്യമില്ല. ഇപ്പൊ 2 ജസ്റ്റ് മദ്യപിക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കാൻ നമുക്ക് ഉപദേശിക്കാം. ഇത് വെച്ചാൽ ഒരു പ്രാവശ്യം യൂസ് ചെയ്താൽ പിന്നെ അഡിക്റ്റ് ആകും. അങ്ങനെയാണ് റിപ്പോർട്ട് വരുന്നത്. അതിൽ ഇതിനാകുമ്പോൾ ചെയ്യണമെങ്കിൽ ഏറ്റവും കൂടുതൽ ചെയ്യണമെങ്കിൽ പോലീസുകാർ നല്ലോണം ഇടപെടണം, ആക്റ്റീവ് ആവണം. പിന്നെ വീട്ടില് പേരൻസ് ഫുൾ ടൈം ആക്റ്റീവ് ആവണം. ഈ സിനിമേന്റെ അഗേൻസ്റ്റ് പറയുന്നുണ്ടല്ലോ, അതായത് സിനിമ കണ്ടിട്ട് കുട്ടികൾ ഇതായി പോകുന്നു, അതിൽ എന്തെങ്കിലും യോജിപ്പുണ്ടോ? ഇല്ല. സിനിമയിൽ ഒരു 2 മണിക്കൂറുള്ള ഒരു സിനിമയിൽ ജസ്റ്റ് ഒരു 10 മിനിറ്റ് ആയിരിക്കും ഇത് യൂസ് ചെയ്യുന്നു. ഇതിന്റെ ഒരു എൻജോയ്മെന്റ് കാണിക്കുന്നുണ്ട്. അതിന്റെ എൻഡിങ്ങിൽ ഇതിന്റെ ഭവിഷ്യത്താണ് കാണിക്കുന്നത്. അങ്ങനെ കാണിക്കുന്ന കുട്ടികൾ എൻഡിങ് എടുക്കേണ്ടത്. സിനിമയാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ലഹരി എടുക്കുന്ന സ്പോർട്സ് ഉണ്ട്. അതുകൊണ്ട് ഫുട്ബോൾ ഉണ്ട്, ക്രിക്കറ്റ് ഉണ്ട്, അങ്ങനത്തെ എടുക്കാം. പിന്നെ കുറെ ബുക്കുകൾ വായിക്കാം. പിന്നെ മറ്റേ ഓരോരോ സക്സസ് ആയിക്കാൾ അവരെ ജീവിത അതെല്ലാം അങ്ങനെ നല്ല ലഹരിയിലേക്ക് പോട്ടെ. നല്ല ലഹരിയിലേക്ക് പോകട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്.